സൈബർ ടെക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ചയിലെ ടെക് ന്യൂസസ് നമുക്ക് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പാസഞ്ചർ ഹോളോപോർട്ടേഷൻ മെഷീനാണ് ഹോളോ പോർട്ടൽ. പോർട്ടൽ എന്ന കമ്പനി നിങ്ങളുടെ സ്വീകാര്യത മുറിയിലേക്ക് തത്സമയ ഹോളോഗ്രാമുകൾ ബീം ചെയ്യുന്നതിന് ഫോൺ ബൂത്ത് വലുപ്പത്തിലുള്ള മെഷീനുകൾ ക്രിയേറ്റ് ചെയ്തു. ഈ ടെക്നോളജി ആരെയും റിയൽ ടൈമിൽ എവിടെ നിന്നും മറ്റെവിടേക്കെങ്കിലും ബീം ചെയ്യാൻ കഴിയും. ബീം ചെയ്യപ്പെടുന്ന ആൾക്ക് 4K ഹോളോഗ്രാഫിക് റെസൊല്യൂഷനിൽ അവരുടെ ഓഡിയൻസിനെ കാണാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും. ലൈവ് ഹോളോപോർട്ടേഷൻ മാത്രമല്ല ഇതിന് പറ്റുന്നത്. എന്തെങ്കിലും കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒരു ലൂപ്പിൽ അല്ലെങ്കിൽ മോഷൻ ആക്ടിവേഷൻ വഴി ഒരു ഹോളോഗ്രാം മൂവിയായി പ്ലേ ചെയ്യാനും പോർട്ടലിന് കഴിയും. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. മുൻപിൽ ഒരു ട്രാൻസ്പാരൻറ്റ് 4K റെസൊല്യൂഷൻ പോർട്ടൽ വിൻഡോ ആണ്. രണ്ട് സൈഡിലും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. മുകളിൽ ഓഡിയൻസ് ഫേസ് ചെയ്യുന്ന ഒരു ക്യാമറയുണ്ട്. ടെലിപ്രസൻസ്, സെക്യൂരിറ്റി, മോഷൻ ഡിറ്റക്ഷൻ, AI ഫ്യൂച്ചർ എന്നീ ഫീച്ചേഴ്സിന് വേണ്ടിയാണ് ഇത്. പ്ലേ ബാക്കിനും ലൈവ് ടെലിപ്രസൻസിനുമായി ഹാർഡ് ഡ്രൈവോട് കൂടിയ ഒരു മീഡിയ പ്ലെയർ ഉണ്ട്. ഈവൻ ലൈറ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി സീംലെസ്സും ഡിമ്മബിളുമായ 18000 ലൂമൻസിൻ്റെ ഒരു ലൈറ്റ് ബോക്സ് ആണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചർ. ബ്രൈറ്റ്നസ്, ഡേ ടൈം അതുപോലെ നൈറ്റ് ടൈം സെറ്റിങ്സ് ചെയ്യാനുള്ള ഒരു ഫീച്ചറുണ്ട്. USB HDMI പോർട്സുകളുണ്ട്. സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് വഴി കൺട്രോൾ ചെയ്യാൻ ഒരു ഡെഡിക്കേറ്റഡ് റൂട്ടറുള്ള ഒരു കൺട്രോൾ സെൻറ്റർ ഉണ്ട്. ടച്ച് സ്ക്രീൻ ഓപ്ഷണൽ ആണ്. രണ്ട് വേരിയൻസിൽ ഇത് അവൈലബിൾ ആണ്. 110 വോട്ടിൻ്റെയും അതുപോലെ 220 വോട്ടിൻ്റെയും. ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കാം. 7 ഇഞ്ച് ഹൈറ്റ് ആണ് വരുന്നത്. പിന്നെ 4.4 ഇഞ്ച് വിഡ്ത്ത്, പിന്നെ 2.9 ഡെപ്തും വരുന്നുണ്ട്. പോർട്ടൽ ടാർഗറ്റ് ചെയ്യുന്നത് മ്യൂസിയംസ്, സ്പോർട്സ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇവൻറ്റ്സ്, പിന്നെ ഡിജിറ്റൽ ടൂറുകൾ, മൂവി പ്രീമിയേഴ്സ്, പൊളിറ്റിക്കൽ ക്യാമ്പയിൻസിനൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം നോക്കാം. മ്യൂസിയത്തിലാണ് ഇത് വയ്ക്കുന്നതെങ്കിൽ മരിച്ചു പോയ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ അവരെ ആനിമേറ്റ് ചെയ്ത് ഇതിൽ പോർട്ടലിൽ പ്രൊജക്റ്റ് ചെയ്യാനും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാനും ഇതിൽ പറ്റും. MI 10 അൾട്രയും അതുപോലെ Redmi K30 അൾട്രയും മാത്രമായിരുന്നില്ല ഷവോമിൻ്റെ 10th ആനിവേഴ്സറി പ്രൊഡക്റ്റ് ലോഞ്ച് ഇവൻറ്റ്. മൂന്നാമതൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, ദി ബിഗ് ഡ്രോപ്പ്, ദി MI TV Lux. ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. 49,999 ചൈനീസ് യുവാനാണ്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5,38,000 രൂപയാണ് വരുന്നത്. ഓഗസ്റ്റ് 16 ഇതിൻ്റെ സെയിൽസ് തുടങ്ങും. ചൈനയിൽ മാത്രമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 5 ലക്ഷത്തിൻ്റെ ഒരു TV. എന്താണ് MI TV Luxൽ ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ട്രാൻസ്പാരൻറ്റ് TV ആണ്. TV ഓൺ ആക്കാതെ നോക്കിയാൽ വെറും ഒരു ഗ്ലാസ് പാനലാണിത്. TVയുടെ ബേസ് ആയിട്ട് വരുന്നത് വലിയ ഒരു ചോറുപാത്രം പോലെയുള്ള സർക്കുലർ ബേസ് ആണ്. ട്രാൻസ്പാരൻറ്റ് OLED ടെക്നോളജി, അതായത് TOLED ഉപയോഗിച്ച് ആണ് MI TV Luxൻ്റെ ഡിസ്പ്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. MI TV Lux ട്രാൻസ്പാരൻറ്റ് എഡിഷൻ നമുക്ക് തരുന്നത് എക്സ്ക്വിസിറ്റ്, അതായത് വിശിഷ്ടമായ ഇൻഡസ്ട്രിയൽ ഡിസൈനും പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് കട്ടിംഗ് എഡ്ജ് ഡിസ്പ്ലേ ടെക്നോളജിയാണ്. സാധാരണ TVകളെ പോലെയല്ല MI TV Lux. ഇതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എല്ലാം എംബഡ് ചെയ്തിട്ടുള്ളത് സർക്കുലർ സ്റ്റാൻഡിലാണ്. ഇത്രയും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ബ്രില്യൻസസ് എല്ലാം ഓവർകം ചെയ്ത് ഷവോമി ലോകത്തിലെ ആദ്യത്തെ മാസ് പ്രൊഡ്യൂസർ ഓഫ് ട്രാൻസ്പാരൻറ്റ് OLED TVs ആവുകയാണ്. അതുമാത്രമല്ല ചൈനയുടെ നമ്പർ 1 OLED ബേസിക് മൊഡ്യൂൾ മാനുഫാക്ചർ കൂടിയാവുകയാണ്. അതായത് MI TV Lux പോലെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രൊഡക്റ്റിൻ്റെ വൻതോതിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏക ഒരു TV ബ്രാൻഡായി മാറുകയാണ് ഷവോമി. MI TV Lux ട്രാൻസ്പാരൻറ്റ് എഡിഷനിൽ വരുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഹാർഡ്വെയർസും അതുപോലെ സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റിയിലും അപ്ഗ്രേഡ്സും വന്നിട്ടുണ്ട്. 55 ഇഞ്ച് ട്രാൻസ്പാരൻറ്റ് OLED പാനലാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 1 മില്ലി സെക്കൻഡാണ് ഇതിൻ്റെ റെസ്പോൺസ് റേറ്റ്. സോ ഒരു ഗെയിമിങ്ങിന് പറ്റിയ നല്ലൊരു കിടിലൻ TV തന്നെയാണിത്. MI TV Luxൽ AI മാസ്റ്റർ സ്മാർട്ട് എഞ്ചിനും കസ്റ്റം മെയ്ഡ് MediaTek 9650 TV ചിപ്പും 20 മുകളിൽ ഒപ്റ്റിമൈസേഷൻ അൽഗോരിതങ്ങളും പിന്നെ 5 പ്രധാന ഉപയോഗങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷനും ഉണ്ട്. 3 GB റാമും പിന്നെ 32 GB ഇന്റർണൽ സ്റ്റോറേജാണ് ഇതിൽ വരുന്നത്. 2 വാട്ടിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിലുള്ളത്. ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഡോൾബി ഡിജിറ്റൽ പ്ലസും DTS HD സപ്പോർട്ടും ഉണ്ടാവും. Redmi 9 Prime ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് നമുക്ക് നോക്കാം. Redmi 9 Primeൻ്റെ പ്രോസസ്സർ വരുന്നത് MediaTek Helio G80 ഒക്ടോ കോർ പ്രോസസ്സറാണ്. 4 GB റാം ആണ് വരുന്നത്.
പിന്നെ 2 വേരിയൻസ് അവൈലബിൾ ആണ്. വേരിയൻസ് വ്യത്യാസമുള്ളത് ഇന്റേണൽ സ്റ്റോറേജിൽ മാത്രമാണ്. 64 GB പിന്നെ അതുപോലെ 128 GB. ഓപ്പറേറ്റിംഗ് സിസ്റ്റം MIUI 11 ആണ്. ആൻഡ്രോയിഡ് 10 വേർഷൻ ആണ്. ഡിസ്പ്ലേ 6.53 ഇഞ്ചസിൻ്റെ ആണ്. ഫുൾ HD ഡിസ്പ്ലേ ആണ്. ആസ്പെക്ട് റേഷ്യോ 19.5:9 ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ ഗോറില്ല ഗ്ലാസ് 3 ആണ്. ബാറ്ററി 5020 mAh ആണ്. USB Type C ആണ്. ബോക്സിൽ നമുക്ക് കിട്ടുന്നത് 10 വാട്ടിൻ്റെ ചാർജറാണ്. പക്ഷേ 18 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ടാവും. ക്യാമറ മെയിൻ ക്യാമറ 13 MP ആണ്. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ 8 MP ആണുള്ളത്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118.2 ആണ്. മാക്രോ ക്യാമറ 5 MP ഉണ്ട്. പിന്നെ ഡെപ്ത് സെൻസർ 2 MP. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് പിന്നിലാണ്. ഇതൊരു 4G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും ഉണ്ട്. 4 കളർ വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. മാറ്റ് ബ്ലാക്ക്, മിൻ ഗ്രീൻ, സ്പേസ് ബ്ലൂ ആൻഡ് സൺറൈസ് ഫ്ലെയർ. 64 GB വേരിയന്റിന് 9999 ആണ് വില. പിന്നെ 128 GB വേരിയന്റിന് 11999.